ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലെ ബെല്ലൊക്കെ അതിൽ ഓള് വേണം നിൽക്കാൻ. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അമ്മ ഇവിടെ രാവിലെ തന്നെ എണീച്ചിട്ട് അമ്മ പാത്രമെല്ലാം കഴിച്ച് നമ്മളെ സിങ്കെല്ലാം കഴിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അടുപ്പും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ പീലു വന്നിട്ടുണ്ട് ഗൈസ്. പീലു രാവിലെ എണീക്കും ഗൈസ്, നല്ല കുട്ടിയാണ്. അങ്ങനെ അമ്മ പാത്രം കഴുകുന്നതിൽ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടുപ്പെല്ലാം വൃത്തിയാക്കിയ ശേഷം നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് ചോറിനുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് കഴുകുന്നുണ്ട് നമ്മൾ. ഇനി ഇത് കുക്കർ കൂക്കുന്നതാണ് ഗൈസ്. അങ്ങനെ പീലു പേടിച്ച് പോയി ഗൈസ് കുക്കർ കൂക്കുമ്പോൾ. ഇത് ഇഡലീൻ്റെ മാവാണ്. ഇഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കും. നമ്മൾ ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ചോറിനുള്ള വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ റേഡിയോ എപ്പോൾ മസ്റ്റാന്ന് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അങ്ങനെ നമ്മൾ റേഡിയോ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതാ ഇഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇഡലി പാത്രം ഗ്യാസ് മേലെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി നമ്മൾ പീലൂന് കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഡലിയെല്ലാം ആക്കുന്നുണ്ട്. ഓളറിയില്ല നമ്മൾ ഇഡലി ആക്കുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ബാച്ചും വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇഡലി പാത്രം മൂടുന്നുണ്ട്. നമ്മൾ ചായക്ക് വേണ്ടി പാല് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. നമ്മൾ ചട്നി കടുകിടാൻ നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്, കായ്മുളക് ഇടുന്നുണ്ട്. കായ്മുളകെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ അതിലേക്ക് ചട്നി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങനെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാല് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ചായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ദോശയും മസാല ദോശയും ഇഡലിയും എല്ലാം കഴിക്കുന്നുണ്ട്. മുട്ട എല്ലാവരും കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഉണ്ടയുണ്ട്, നല്ല പാൽ ചായ ഉണ്ട്, ചട്നി ഉണ്ട്, മസാല ദോശയുണ്ട്. പിന്നെ നമ്മളെ ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് പാല് കാച്ചിയതാണ്. പിന്നെ നമ്മൾ മത്തി മൊളീശം വെച്ചിട്ടുണ്ട്. മത്തീൻ്റെ ഉള്ളിലാണ് ഗായ്സ് പാട് മുട്ടയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുട്ട മസാല ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ചാനലിൽ. നമ്മളിത് അതിലേക്ക് മഞ്ഞൾ പൊടി, നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല എല്ലാം ഇട്ടിച്ച ശേഷം നമ്മളതിലേക്ക് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം കുറച്ച് കുരുമുളകെല്ലാം ഇടാം. നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, ഞാൻ ഉടൻ ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് അതാണ് മുട്ടയാണ്. ഇന്ന് പാട് മുട്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. എപ്പോഴും നമ്മൾ മുട്ട കിട്ടിയാൽ പൊരിക്കലാണ്. പിന്നെ നമ്മൾ വിചാരിച്ച് ഇന്ന് മസാലയാക്കാം. അങ്ങനെ ഇവിടെ നമ്മളെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ നമ്മളെ വറവുണ്ട്. ഇന്നലത്തെ കറിയാണ് ഗൈസ് അത്. വറവുണ്ട്, മത്തി മൊളീശനുണ്ട്. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.